നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിനല്ലേ അച്ഛ ഇത്രയും നാളെ ഞാൻ ജീവിച്ചേ. നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ഇഷ്ടമാണ് എനിക്ക് നല്ലത്. ഇതിപ്പം മാത്രല്ലല്ലോ, പണ്ടും ഇങ്ങനെയായിരുന്നല്ലോ. എല്ലാം വിട്ടിട്ട് നിങ്ങളൊപ്പം വരാനിരുന്നപ്പോ അന്ന് നിങ്ങൾ എന്താ കാണിച്ചത്? ഓടാൻ പറ്റാണ്ടായ പിന്നെ വിളിച്ചോടേണ്ടി. പിന്നെ അന്ന് ഞാൻ തോറ്റവനാണ്. ഇന്നും വീടിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയില്ല നിന്റെ അച്ഛൻ. ആളുടെ മുഖത്തുണ്ട് എന്നോടുള്ള പുച്ഛം. ഒരു പണിക്കും പോകാതെ ചുറ്റുപാടുകളിൽ ഒരു ഇടപെടലും നടത്താതെ വെറുതെ നിർകൊള്ള നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിലുണ്ട്. ഓനൊന്നും യാതൊരു എളുപ്പമില്ല. ഒരുമാതിരി ഒഴുക്കിൽപ്പെട്ട കൊട്ടത്തേങ്ങ പോലെ എന്തെങ്കിലും കിട്ടിയാൽ എങ്ങോട്ടെങ്കിലും ഒഴുകിപ്പോ. പ്രസംഗം മുറിവ് വരുവായിരുന്നല്ലോ. ഇതാണ് ആ പറഞ്ഞ നിർഗുണൻ. ഒരു വിവാഹമോചിതനെ അംഗീകരിക്കാൻ രവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?